മക്കോട്ട ദേവ അഥവാ ദേവപ്പഴം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കിരീടം എന്നുമെല്ലാം അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് ചുവന്നു തുടുത്ത് പ്ലം പോലെ നിൽക്കുന്ന ഈ ഒരു പഴം. ഇന്തോനേഷ്യയിൽ അതിസുലഭമായി കാണപ്പെടുന്ന ഈ മരം ഇന്ന് കേരളത്തിലും വേരുറപ്പിച്ചിട്ടുണ്ട്. ഈ പഴം കഴിച്ചാൽ എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദൈവത്തിൻ്റെ കിരീടം അല്ലെങ്കിൽ ദേവലോകത്തെ പഴമെന്നുമെല്ലാം ഈ ഒരു മക്കോട്ട ദേവ അറിയപ്പെടാറുണ്ട്. ഏത് കാലാവസ്ഥയിലും വിളയുന്ന ഈ ഒരു പഴം ഉണക്കി ഉപയോഗിച്ചാൽ ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങളാണ് ലഭിക്കുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ പച്ചയ്ക്ക് ഉപയോഗിക്കാതെ നോക്കണം. പച്ചയ്ക്ക് ഉപയോഗിച്ചാൽ വിഷവും, എന്നാൽ ഉണക്കി ഉപയോഗിച്ചാൽ നമ്മുടെ ഒട്ടുമിക്ക രോഗങ്ങൾക്കുമുള്ള ഒരു പരിഹാരവുമാണ് ഈ ഒരു പഴം. ഇതിൻ്റെ പഴം മുതൽ ഇല വരെ മെഡിസിനായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും ഉപയോഗിച്ച് വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമാണ് ഇത് പ്രമേഹം കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡയബറ്റീസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്നുള്ളത്. നമ്മുടെ രക്തത്തിലെ ഷുഗർ ലെവൽ വേഗത്തിൽ കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഈ മക്കോട്ട ദേവ. ഇതിൻ്റെ കുരു കളഞ്ഞ് പുറന്തൊലി എടുത്ത് ഉണക്കി കുപ്പിയിലാക്കി നമുക്ക് സൂക്ഷിക്കാം. ഇത് വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലിട്ടിട്ട് നമുക്ക് കുടിക്കാം. അത് പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ്. വേഗത്തിൽ നമ്മുടെ ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഈ ഒരു മരം നട്ടുപിടിപ്പിക്കുന്നത് വളരെയേറെ നല്ലതാണ്. ഇതിൻ്റെ മറ്റൊരു ഗുണമാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും വിഷം നീക്കുവാനായിട്ട് സഹായിക്കുമെന്നുള്ളത്. ഇതിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആൽക്കലോയിഡ്, പോളിഫെനോൾസ്, ഫ്ലേവനോയിഡ്സ് എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത് നമ്മുടെ ശരീരത്തിലുള്ള വിഷമയമെല്ലാം നീക്കാനായിട്ട് സഹായിക്കും. അങ്ങനെ നമ്മുടെ ആരോഗ്യം നല്ലതാക്കുന്നതിനും ഇത് സഹായിക്കും. ഇതിനായിട്ട് ഇതിൻ്റെ ഇലയിട്ട് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ശരീരം ഡീടോക്സിഫൈ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. ഇനി മറ്റൊന്ന് ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയാണ്. ഇതിൽ ആൽക്കലോയിഡ് അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഇത് നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി നമുക്ക് തരും. അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് ഇത് സംരക്ഷിക്കും. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും ഇത് സഹായിക്കും. ആൻറ്റി ബാക്ടീരിയൽ മാത്രമല്ല, ആൻറ്റി വൈറസ് പ്രോപ്പർട്ടിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ആൽക്കലോയിഡ് നമ്മുടെ ശരീരത്തിലേക്ക് വൈറസ് ബാധ ഉണ്ടാകാതെ സംരക്ഷിക്കുവാനും സഹായിക്കും. അതുകൊണ്ടെല്ലാം തന്നെ നമുക്കിത് ഒരു ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗലായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. നമുക്കറിയാം, ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള പുതിയ അസുഖങ്ങളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ തന്നെ, നമ്മുടെ ആരോഗ്യത്തിനെ തന്നെ കാത്തു സൂക്ഷിക്കുകയും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ തേടുകയാണ് വേണ്ടത്. എന്നാൽ ഈ ഒരു ഫ്രൂട്ട് നന്നായിട്ട് ഉണക്കി കുരു കളഞ്ഞ് തിളപ്പിച്ച് കുടിച്ചാൽ അത് നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനായിട്ട് ഏറെ സഹായിക്കും. ഇതിൽ ധാരാളം സാപ്പോനിൻ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഇത് നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്തുന്നതിനും സഹായിക്കും. ഇതിൽ ധാരാളം ഫ്ലേവനോയിഡ്സ് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസം കൂട്ടാനായിട്ട് സഹായിക്കും. മാത്രമല്ല, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കുന്നതിനും ഇത് വളരെയേറെ ഉപകാരപ്രദമാണ്. കൂടാതെ നമ്മുടെ ആന്തരികാവയവങ്ങളിൽ ഉണ്ടാകുന്ന വീക്കം കുറയ്ക്കാനായിട്ടും ഈ ഒരു ഫ്രൂട്ട് നമ്മളെ സഹായിക്കും. അതിനായിട്ട് ഇതിൻ്റെ ഒരു ഫ്രൂട്ട് ഉണക്കിയിട്ട് അത് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം നമുക്ക് കുടിക്കാം. പല തരത്തിലുള്ള അലർജി ഉണ്ട്. ചിലർക്ക് പൊടി അലർജി ആയിരിക്കും, ചിലർക്ക് പുളി അല്ലെങ്കിൽ എരിവ്, അങ്ങനെയൊക്കെയുള്ള പല അലർജിയും പലരിലും കണ്ടുവരാറുണ്ട്. ഇത്തരം അലർജികൾ കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു പരിഹാര മാർഗ്ഗമാണ് ഈ ഒരു ഫ്രൂട്ട്. കാരണം ഇതിൽ പോളിഫിനോൾസ് അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഇതിന് അലർജി കുറയ്ക്കാനായിട്ട് കഴിവുണ്ട്. അതുപോലെ തന്നെ ക്യാൻസറിനെതിരെയും ഹൃദ്രോഗങ്ങൾക്കെതിരെയും നമുക്കിതിനെ ഉപയോഗിക്കാം. ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ ക്യാൻസർ കോശങ്ങളെ ഇല്ലാതാക്കുന്നതിനും ഇത് വരാതെ തടയുന്നതിനും ശരീരത്തിലെ യൂറിക് ആസിഡിൻ്റെ ലെവൽ നിയന്ത്രിക്കുന്നതിനുമെല്ലാം തന്നെ നമുക്ക് മക്കോട്ട ദേവ ഉപയോഗിക്കാം. ഈ ഒരു ചെടിയുടെ തൈകളെ നമുക്ക് നഴ്സറികളിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങി നമ്മൾ വീട്ടിൽ വളർത്തുക എന്നുണ്ടെങ്കിൽ ഒരുപാടങ്ങ് വലുതായിട്ട് മരം പോലെ പടർന്ന് പന്തലിക്കുകയൊന്നുമില്ല. ചെറുതായിട്ട് നമുക്ക് ചെടികളുടെ കൂട്ടത്തിലാണെങ്കിലും വളർത്തിയെടുക്കാം. ഇതുപോലെ നല്ല ഫ്രൂട്ട്സ് കിട്ടും. ഇപ്പോൾ നമുക്ക് ഗാർഡൻ്റെ ഒരു ഭാഗത്ത് വളർത്തിയാലും നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ഫ്രൂട്ടൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട്. നമുക്കത് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഉണക്കി സൂക്ഷിക്കുകയും ചെയ്യാം. നമ്മുടെ ശരീരത്തിന് ഇത്രയേറെ ഗുണങ്ങൾ നൽകുന്ന ഈ ഒരു ചെടി നമുക്ക് വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കതേറെ ഗുണം ചെയ്യുകയും ചെയ്യും.